ഞാനൊരു യാത്രക്കാരനാണ്. പക്ഷേ ഇതിലെ വാഹനങ്ങൾ ഓടിച്ചു വരുന്ന ടൂ വീലർ യാത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ജോഡി ഡ്രസ്സും കൂടി മുൻകൂട്ടി കരുതി വരേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ പല ദിവസങ്ങളിലായി പല അപകടങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കിതൊക്കെ കാണുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല, അല്ലാതെ വേറെ ഏത് രീതിക്ക് പ്രതികരിക്കാൻ പറ്റും? ജനങ്ങളുടെ പ്രതികരണം ഒരു പ്രതികരണമാക്കി എടുത്തുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഴ പെയ്താൽ റോഡിൽ കുഴി ഉണ്ടാകുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ഈ റോഡിലെ കുഴി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ഞങ്ങളുള്ളത് തൊടുപുഴ വെങ്ങല്ലൂരിന് സമീപത്തുള്ള റോഡിലെ ഒരു കുഴിയിലാണ്. ഇന്ന് രാവിലെ ഇവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇതുവഴി കടന്നു പോകുന്നതിനിടയിൽ ഈ കുഴിയിലേക്ക് വീഴുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ കുഴി ദീർഘനാളായി ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്തതോടെ വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടതോടുകൂടി നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കുഴിയുടെ ആഴം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് രാവിലത്തെ അപകടത്തിന്റെ ദൃക്സാക്ഷികളായ ആളുകൾ കൂടിയുണ്ട്. ചേട്ടാ, എന്താണ് ഇന്ന് രാവിലെ നടന്നത്? രാവിലെ പണിക്ക് പോകുന്നൊരു ആള് സ്കൂട്ടറിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വേറെ സ്കൂട്ടറായിട്ട് ഓവർടേക്ക് ചെയ്തപ്പം കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ചപ്പോൾ കുഴിയിലേക്ക് വീണു. അല്ല, വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചു, അപ്പോൾ കുഴിയിൽ വീണു. അദ്ദേഹത്തിന് കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, മൊബൈൽ നഷ്ടപ്പെട്ടു, ഡ്രസ്സ് മുഴുവൻ ചെളിവെള്ളത്തിലായി. അപ്പോൾ ഈ വീട്ടിലെ ചേട്ടനാണ് ഷർട്ടും മുണ്ടും കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടായത്. വളരെ സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു അല്ലേ? രാവിലെ പണിക്ക് പോകുന്ന ആളാണ്. പൈസയില്ല പുള്ളിയുടെ വണ്ടിക്ക്, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ പൈസയില്ല. അപ്പോൾ പിന്നെ വേറെ പുള്ളിയുടെ വാർഡിലെ മെമ്പറെ വിളിച്ച് അവിടുന്ന് സഹോദരൻ വന്നിട്ടാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അരമണിക്കൂർ ഇവിടെ നോക്കി നിന്നു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ചേച്ചി, ഈ കുഴി അടയ്ക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മൾ പല പ്രാവശ്യം വിളിച്ച് ആവശ്യപ്പെട്ടായിരുന്നു. പിന്നെ രേഖാമൂലം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ച ദിവസം. അപ്പോൾ AXCക്കാണ്, PWD AXCക്കാണ് കൊടുത്തത്. അപ്പോൾ അവർ വന്ന് തിങ്കളാഴ്ച നോക്കിയെന്നാണ് അറിയിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നും കൂടി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും ചെയ്തു തരാമെന്നുള്ള ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇല്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പൊതുപ്രവർത്തകനും സമീപ വാർഡിലെ കൗൺസിലറുമായ ഷിംനാസ് കൂടെയാണ്. ഷിംനാസ്ക, ഈ കുഴി ഇങ്ങനെ കിടക്കുവാണ്, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഇന്ന് രാവിലെ ഒരു സാധാരണക്കാരൻ വന്ന് കുഴിയിൽ വീണു. ഒരു സമരമൊക്കെ നടത്തേണ്ട സാഹചര്യമല്ലേ ഇത്? തീർച്ചയായും ഈ കുഴി ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടാകുകയും ഒരു ടൂ വീലറുകാരൻ മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായി. ഈ മൂന്നാം വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയിൽ വിജയ് സുരേഷ് എന്നെ വിളിച്ച് അറിയിക്കുകയും ഞങ്ങൾ നേരിട്ട് PWD ഓഫീസിൽ പോയി AXC നേരിട്ട് കാണുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ടും ഈ അപകടവും നേരിട്ട് പറയുകയും ചെയ്തതാണ്. അടിയന്തരമായ പരാതിയിൽ പറയുന്നുണ്ട്, അടിയന്തരമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ അപകടം ഒഴിവാക്കണമെന്നും മുൻകൈ എടുക്കണമെന്നും നമ്മൾ രേഖാമൂലം പറഞ്ഞതാണ്. ഇതുവരെ ഇതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇനി അടിയന്തര പരിഹാരം ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ വണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ തീർച്ചയായും സംഘടിപ്പിക്കും. ജനങ്ങളുടെ സുരക്ഷയാണ് നമുക്ക് വലുത്. തീർച്ചയായും ഇത് ആദ്യമായല്ല ഈ കുഴിയിൽ അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു രസകരമായൊരു സംഭവം ഇവിടെ ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതുവഴി കടന്നുപോയ ഒരു വനിത, ഇരുചക്രവാഹനത്തിൽ കടന്നു പോകുന്ന ഒരു വനിത കുഴിയിൽ വീഴുകയും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോണ് തെറിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ആ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിർണായകമായ വിവരങ്ങളുള്ള ഫോണാണ് എന്ന് യുവതി പറഞ്ഞതോടുകൂടി ഫയർഫോഴ്സ് എത്തുകയായിരുന്നു. ഫയർഫോഴ്സ് പിന്നീട് ഈ വെള്ളം അത്രയും വറ്റിച്ചുകൊണ്ടാണ് ആ ഫോൺ തിരികെ എടുത്തത് എന്നുള്ളതാണ്. അങ്ങനെയാണോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അത് ശരിക്കും അവർ വീണു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു. അവരുടെ മൊബൈൽ കിട്ടാത്തതുകൊണ്ട് ഫയർഫോഴ്സ് വന്ന് വെള്ളം പറ്റിച്ചാണ് ഫോൺ എടുത്തു കൊടുത്തത്. അങ്ങനെ രസകരമായ സംഭവങ്ങൾ ഈ കുഴിയെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഏറ്റവും വേഗത്തിൽ ഈ കുഴി അടയ്ക്കാനുള്ള നടപടികൾ എടുക്കുകയും പ്രശ്നപരിഹാരം നടത്തുകയും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട്. അവിടെ ഒരു യാത്രക്കാരൻ കൂടിയുണ്ട്. ചേട്ടാ, ഈ യാത്ര വലിയ ബുദ്ധിമുട്ടാണല്ലോ? ഞാനൊരു യാത്രക്കാരനാണ്. പക്ഷേ ഇതിലെ വാഹനങ്ങൾ ഓടിച്ചു വരുന്ന ടൂ വീലർ യാത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ജോഡി ഡ്രസ്സും കൂടി മുൻകൂട്ടി കരുതി വരേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ പല ദിവസങ്ങളിലായി പല അപകടങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കിതൊക്കെ കാണുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല, അല്ലാതെ വേറെ ഏത് രീതിക്ക് പ്രതികരിക്കാൻ പറ്റും? ജനങ്ങളുടെ പ്രതികരണം ഒരു പ്രതികരണമാക്കി എടുത്തുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവഴി കടന്നു പോകുന്നവർ ഒരു ജോഡി ഡ്രസ്സ് കൂടി അധികം കരുതിയാൽ മാത്രമേ യാത്ര പൂർത്തിയാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അധികൃതർ വേഗത്തിൽ കുഴിയടയ്ക്കാനുള്ള ഇടപെടൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഷെർമോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.